ഹായ്, നമസ്കാരം. ഞാനിപ്പോൾ പഞ്ചാബിലൂടെയുള്ള യാത്രയിലാണ് കേട്ടോ. പഞ്ചാബ് മാത്രമല്ല, രാജസ്ഥാനിലൂടെയും. കോഴിക്കോട് നിന്ന് ഏതാണ്ട് 2 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്ര പഞ്ചാബിലെ അമൃത്സർ ജംഗ്ഷൻ എന്ന ചെറിയ സ്റ്റേഷനിലേക്ക്. ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഗോൾഡൻ ടെമ്പിൾ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ശ്രീ ഹർമന്ദിർ സാഹിബ് ഗുരുദ്വാര. എനിക്ക് തോന്നുന്നു ഇന്ത്യയിലുള്ള എല്ലാ ആളുകളും അല്ലെങ്കിൽ ലോകത്തിലുള്ള കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സിഖ് ആരാധനാലയം. മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ഉള്ളോട്ട് കയറി കഴിഞ്ഞിട്ടാണെങ്കിൽ കാണാൻ കഴിയുന്ന കാഴ്ചകളൊക്കെ വളരെ വ്യത്യസ്തമാണ് കേട്ടോ. ഓരോ കെട്ടിടങ്ങളും അതിൻ്റെ ഭംഗിയും നിറവും ആ പഴയ കാലഘട്ടത്തിൻ്റെ പ്രൗഢി വിളിച്ചു വന്ന കാഴ്ചകൾ. ഈ അമ്പലത്തിലേക്ക് ചെരുപ്പിട്ട് കയറാനൊന്നും പറ്റില്ല കേട്ടോ. പുറത്തത് സൂക്ഷിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. കാശൊന്നും കൊടുക്കണ്ട, ഫ്രീ ആണ്. അത് എന്ത് സുഖമാണെന്നറിയോ, ഈ മാർബിളിൻ്റെ മുകളിലൂടെ ചെരുപ്പിടാണ്ട് ഇങ്ങനെ നടക്കുമ്പോൾ. ഉള്ളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ കൈകാലുകളൊക്കെ കഴുകി വൃത്തിയാക്കണം. അതിനവിടെ കടക്കുന്നതിനും തൊട്ട് മുമ്പ് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു പുണ്യജലമുണ്ട്. അതിനെ ചരൺ ഗംഗ എന്നാണെന്ന് തോന്നുന്നു പറയാം. ആ കവാടം കടന്ന് നമ്മൾ ഉള്ളോട്ട് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ചയുണ്ടല്ലോ, ഞാൻ പല സിനിമകളിലും പല വീഡിയോകളിലും കണ്ടിരുന്ന ആ അമ്പലം ഇപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമുണ്ടല്ലോ, അതൊക്കെ അനുഭവിച്ച് തന്നെ അറിയണം. ആ നീല ജലാശയത്തിന് നടുവിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ ഹർമന്ദിർ സാഹിബ് ഗുരുദ്വാര. ഇപ്പം നിങ്ങൾ കാണുന്ന ഈ കാഴ്ചകളൊക്കെ വൈകുന്നേരത്തെ കാഴ്ചകളാണ് കേട്ടോ. പക്ഷേ ഏത് സമയത്ത് കാണുവാണെങ്കിലും അതിന് അതിൻ്റേതായ ഭംഗിയുണ്ട് കേട്ടോ. ഒരുപാട് ഭക്തർ ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നും ഓരോരുത്തരും അവരുടെ ലോകത്താണ്, ഭക്തിയിലും പ്രാർത്ഥനയിലും. ഈ പകൽ വെളിച്ചം അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ കാഴ്ചകളൊക്കെ മാറിയിട്ടോ. അതിന് വേറൊരു ഭംഗി. ശരിക്കും പറഞ്ഞാൽ ഒരു കറുത്ത ക്യാൻവാസിൽ വരച്ച ചിത്രം പോലെ. ഇവിടെ വലിയ ക്യാമറ ഉപയോഗിച്ച് വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റില്ല കേട്ടോ. മൊബൈൽ ഉപയോഗിക്കാൻ തോന്നുന്നു. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ എന്താണെന്നറിയോ? വെടിയുണ്ടകൾ തുളച്ചു കയറിയ സ്ഥലങ്ങളാണ് കേട്ടോ. സ്ഥലം ഏതാണെന്ന് മനസ്സിലായല്ലോ, ജാലിയൻ വാലാബാഗ്. ബ്രിട്ടീഷ് പട്ടാളം തൊടുത്തുവിട്ട വെടിയുണ്ടകളുടെ ഓർമ്മപ്പെടുത്തലുകൾ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും ക്രൂരവും സങ്കടകരവുമായ ഒരു കൂട്ടക്കൊല നടന്ന സ്ഥലം. ബ്രിട്ടീഷ് സർക്കാരിൻ്റെ റൗലറ്റ് ആക്ടിനെതിരെ പ്രതിഷേധിക്കാനും അറസ്റ്റിലായ തങ്ങളുടെ നേതാക്കളെ പിന്തുണയ്ക്കാനുമായി 10,000-കണക്കിന് ആളുകൾ ഈ മൈതാനത്ത് ഒത്തുകൂടി. ആളുകൾ സമ്മേളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജനറൽ ഡയർ എന്ന ക്രൂരനായ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ പട്ടാളക്കാരുമായി യാതൊരു മുന്നറിയിപ്പും നൽകാതെ നിരായുധരായ ആ ജനക്കൂട്ടത്തിന് നേരെ വെടിയുതിർത്താൻ ഉത്തരവിട്ടു. ഇത് 2ാമത്തെ ദിവസമാണ് കേട്ടോ. ഇപ്പം ഞാൻ പോകുന്നത് ഒരു മോസ്ക് കാണാൻ വേണ്ടിയിട്ട്. ഒരുപാട് കാലം പഴക്കമുള്ള ഒരു പഴയ പള്ളി, അതായത് വാഗാ ബോർഡറിലേക്ക് പോകുന്ന വഴി, അല്ലെങ്കിൽ ഒരു വിശ്രമ കേന്ദ്രം എന്ന് പറയാം. കാരണം അതിൻ്റെ ചരിത്രം അങ്ങനെയാണ് പറയുന്നത്. അധികം ആർക്കും ഈ സ്ഥലത്തെക്കുറിച്ച് അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ദൂരെ കണ്ട നിങ്ങൾ, ഇത് ഇന്ത്യ പാക് അതിർത്തിയോട് ചേർന്നുള്ള ഒരു കൊച്ചു ഗ്രാമമാണ് കേട്ടത്. കാലപ്പഴക്കത്താൽ തകർന്നു തുടങ്ങിയ ഈ കൂറ്റൻ കവാടത്തിന് പിന്നിൽ ഒരു ചരിത്രമുണ്ട് കേട്ടോ. സറായ് അമാനത് ഖാൻ. താജ്മഹലിൻ്റെ ചുവരുകളിൽ ആ മനോഹരമായ അക്ഷരങ്ങൾ കോറിയിട്ട അമാനത് ഖാൻ എന്ന കലാകാരൻ മുഗൾ കാലഘട്ടത്തിൽ പണിയേപ്പിച്ച വിശ്രമകേന്ദ്രം. ഇത് കിണറാണെന്നാണ് തോന്നുന്നത്. ഇത് കണ്ട നിങ്ങൾ ഒരു പള്ളി പോലെ, അല്ലെങ്കിൽ പ്രാർത്ഥനാ മുറിയോ, അല്ലെങ്കിൽ അങ്ങനെ എന്തോ ഒന്നാണെന്ന് എനിക്ക് തോന്നുന്നത്. ചുമരിൽ കണ്ട നിങ്ങൾ ദീപം കത്തിച്ചതിൻ്റെ അടയാളങ്ങൾ. ചുമരിലെന്തോ അറബിയിലെന്തോ എഴുതിയിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല.
ഇത് ഞാൻ കയറിയ കവാടത്തിൻ്റെ മറുഭാഗത്താണ് കേട്ടോ. ഇവിടെ ഒരുപാട് ആളുകൾ താമസിക്കുന്നുണ്ട് കേട്ടോ ഇതിനകത്ത്. നിങ്ങൾ ഇതിന് മുകളിലൊക്കെ കയറാൻ നമ്മൾ നേരത്തെ വന്ന് അതിൽ കൂടിയായിട്ട് വന്നേ, ആ വഴിക്ക് ഇങ്ങനെ നമ്മൾ വന്നു കണ്ട് ഇതിൻ്റെ മുകളിലേ കയറി കാഴ്ച കൂടെ നോക്കി കഴിഞ്ഞിട്ട് മുകളിലെ എന്തോരം പഴക്കണ്ടെന്നറിയാം ഈ മാസ്കിന്. മോസ്കാണെന്നാ പറഞ്ഞത്. എന്തോരം പഴക്കണ്ടെന്നറിയാം ഇതിന്. ശ്രദ്ധിച്ചില്ലെങ്കിൽ താഴെ പോകും. ഓക്കെ, ദൂരെ കണ്ട അതിലൂടെ വന്നേ. ഒന്നിൻ്റെ മുകളിൽ എന്തോ ഒരു മഞ്ഞ പൂവുണ്ടായിരിക്കും. എന്തോ എനിക്കറിയില്ല, എന്തോന്നാണ്. അത് ഗോതമ്പാണ് തോന്നുന്നല്ലേ. ഗോതമ്പൊന്നെല്ലാന്ന് തോന്നുന്നു. വളരെ ദൂരെ വരെയുണ്ട്, മൊത്തം കൃഷിയാണ്. അതിൻ്റെ അവിടെ ചെറിയ ചെറിയ വീടുകളാണ്. അവിടെ നിന്നും ഞാൻ ഇറങ്ങി. ഇപ്പം ഞാൻ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് വാഗാ ബോർഡറിലേക്കാണ് കേട്ടോ. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലേക്ക്. തികച്ചും വ്യത്യസ്തമായൊരു അന്തരീക്ഷം. ഇവിടെ നിന്ന് ഏതാണ്ട് 1.5 കിലോമീറ്റർ കൂടി ദൂരമുണ്ട് ഈ അതിർത്തിയിലേക്ക്. നമ്മുടെ ഈ ലഗേജുകളൊക്കെ ഈ ഇതിനകത്തേക്ക്, അതായത് ഈ അതിർത്തി കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് ഇതിന് അകത്തേക്ക് കടത്തിവിടില്ല. അതൊക്കെ നമ്മൾ പുറത്ത് സൂക്ഷിക്കണം. അതിനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ കാശ് കൊടുക്കണം. നിങ്ങൾ ആ ദൂരെ കാണുന്ന കണ്ടല്ലോ, അതൊക്കെ പാകിസ്ഥാനാണ് കേട്ടോ. ഞാൻ ഇന്ത്യയിലും. അടുത്ത വീഡിയോയിൽ കാണാം.